യേശുദാസിന്റെ ജീവിതം ക്യാമറയ്ക്കുള്ളിലാക്കി ഗിന്നസിൽ ഇടം നേടിയ ലീൻ തോബിയാസ് കേരളത്തിന്റെ തലസ്ഥാനത്തിൽ. യേശുദാസ് മലയാളി ഒരിക്കലും മറന്നുപോകാത്ത പേര്. പാടിവെച്ച പാട്ടുകൾ മലയാളിയുടെ ജീവിതത്തിന്റെ താളഭേദം പകർന്നാടാൻ തുടങ്ങിയിട്ട് 50 വർഷം കടക്കുന്നു. അനശ്വര ഗാനങ്ങളിലൂടെ ചിരഞ്ജീവിയായി മാറുന്ന യേശുദാസിന് ഒരു വ്യത്യസ്തമായ ജീവചരിത്രം. രചന നിർവഹിച്ചിരിക്കുന്നത് ലീൻ തോബിയാസ്. അസാധാരണമായ ഈ ജീവചരിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അക്ഷരങ്ങളല്ല, മറിച്ച് ഒപ്പിയെടുത്ത നിശ്ചല ചിത്രങ്ങളാണ് ലോകത്തോട് യേശുദാസിന്റെ കഥ പറയുന്നത്. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ കൃത്യമായ സ്ഥാനമുറപ്പിച്ച ലീൻ തോബിയാസ് ഒരുപക്ഷെ ഈ കർമ്മമണ്ഡലത്തിൽ എത്തിയതുപോലും യേശുദാസിന്റെ ചിത്രങ്ങൾ എടുക്കാനായിരുന്നു. ഞാൻ ആദ്യം ദാസേട്ടനെ കാണുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എൻ്റെ മനസ്സിൽ ദാസേട്ടൻ്റെ അടുത്ത് കുറേ ഫോട്ടോഗ്രാഫർമാരിങ്ങനെ ചുറ്റും വരുന്നു. അന്ന് കുറച്ച് ഫോട്ടോഗ്രാഫർമാരേ ഉള്ളൂ. അന്ന് ഫോട്ടോഗ്രാഫർ ആവണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നതാണ്. ഒരുപക്ഷെ ഒരു കാരണം അത് തന്നെയായിരിക്കും. ഒരു ഫോട്ടോഗ്രാഫർ ആവാനൊരു കാരണമാവുന്നത് ദാസേട്ടനാണ്. ദാസേട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറായി. അങ്ങനെ ദാസേട്ടൻ്റെ ഫോട്ടോ ബയോഗ്രഫി ചെയ്തു. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോ ബയോഗ്രഫിയായിട്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരാനും ഇടയായിരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നു. പ്രദർശനോദ്ഘാടനം കവിയും IAS ഉദ്യോഗസ്ഥനുമായ K. ജയകുമാർ നിർവഹിച്ചു. ഗന്ധർവകാഴ്ച എന്ന ഈ ചിത്ര പ്രദർശനം വളരെ ഹൃദയഹാരിയായ ഒരു പ്രദർശനമാണ്. കാരണം ഇത് ചരിത്രത്തിലൂടെയും ഓർമ്മകളിലൂടെയും ഉള്ള ഒരു തീർത്ഥയാത്ര പോലെ എനിക്ക് തോന്നി. യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയ ഗായകൻ നമ്മുടെ ഒരു അബോധ മനസ്സുകളിലൊരു സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത മുഹൂർത്തങ്ങൾ, ഇതൊക്കെ നമ്മുടെയും അനുഭവത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ എന്നറിയുമ്പോഴുണ്ടാകുന്ന ഒരു ആഹ്ലാദം. നമ്മളും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ, ഒരു ശ്രോതാവായി അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായി ചിലപ്പോൾ പങ്കാളിയായുമെല്ലാം ഈ ജീവിതത്തിൽ നമ്മളും ഒരു ചെറിയ രീതിയിൽ പങ്കെടുത്തിരുന്നല്ലോ അല്ലെങ്കിൽ കാണാൻ സാധിച്ചല്ലോ എന്ന് നമുക്ക് അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു പ്രദർശനം. ചലച്ചിത്ര സംവിധായകൻ TK രാജീവ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തു. ആകെയുള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. യേശുദാസിന്റെ യൗവനകാലത്തെ ഏതാനും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ യേശുദാസിന്റെ സ്വകാര്യ ശേഖരത്തിലേതാണ്. ഈ ജീവിത മുഹൂർത്തങ്ങൾ പകർത്താൻ നിരവധി യാത്രകൾ വേണ്ടി വന്നു ലീനിന്. എവിടെ ഷൂട്ട് ചെയ്യുമ്പോഴും ദാസേട്ടൻ എനിക്കൊരു പരിഗണന തരാറുണ്ട്. പിന്നെ എവിടെ പോകണമെന്നുണ്ടെങ്കിലും ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ സമയം അനുസരിച്ച് ഇപ്പം മദ്രാസിൽ പോകുമ്പോഴും ദാസേട്ടൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ ദാസേട്ടൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പലപ്പോഴും പോകുന്നുണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും വീട്ടിൽ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തൻ്റെ സംരംഭത്തിന് യേശുദാസിന്റെ കനത്ത പിന്തുണയുണ്ടായിരുന്നുവെന്ന് ലീൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ലീൻ തോബിയാസിന് ഒരു ലോക റെക്കോർഡ് നേടാനായതും. ദാസേട്ടൻ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദാസേട്ടനും പ്രഭചേച്ചിയൊക്കെ കുടുംബമായിട്ട് തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ പ്രദർശന കേന്ദ്രങ്ങളും ഓരോ അനുഭവങ്ങളാണ്. വലിയ ജനപിന്തുണ തനിക്ക് ലഭിക്കുന്നത് യേശുദാസിന്റെ പേരിലാണെന്നും ലീൻ പറയുന്നു. പ്രദർശനം 2 ദിവസത്തേക്കാണ്. നാളെ സമാപിക്കും.